ഹലോ ഗായ്സ്, അപ്പം നമ്മളെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളെ ഇന്നത്തെ താരമാണ് കുമ്പിടിയോ. അപ്പം നമ്മളെ ഇന്നത്തെ താരമാണ് ഇവൻ ഒരു യൂട്യൂബറാണ്. നിങ്ങളാരും പറഞ്ഞ പക്ഷെ ഞാൻ ഈ നിലവിൽ വന്നിട്ട് കുറച്ച് നാളായി. ഇവൻ വന്നിട്ട് ഇപ്പോൾ ഒരു 6 മാസം ആവുന്നതേ ഉള്ളൂ. എന്നായാലും അപ്പം ഇന്ന് നമ്മളൊരു മോർണിംഗ് റൊട്ടീനാണ് ഗൈസ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ മോർണിംഗ് റൊട്ടീനെന്നൊന്നും പറയാൻ പറ്റത്തില്ല, കാരണം ഞാൻ കാണിച്ചു തരാം. ടൈം കണ്ടോ ഗൈസ് നിങ്ങൾ? ഇതാണ് ഇവിടുത്തെ ടൈം. അതുകൊണ്ട് മോർണിംഗ് റൊട്ടീൻ എന്നൊന്നും പറയാൻ പറ്റൂലല്ലേ? യെസ്, അപ്പം മോർണിംഗ് റൊട്ടീൻ എന്നൊന്നും പറയാൻ പറ്റില്ല. എല്ലാവരും തൊഴുത് പ്രാർത്ഥിച്ചു ഗൈസ്. അപ്പം വെളിയിലോട്ട് പോട്ടാ. പൊതുവേ ചില ആൾക്കാർക്ക് ചോദിക്കുകയാണെങ്കിൽ ഇവനും ഞാനും തമ്മിൽ ഡിഫറൻസ്. ഇവൻ എനിക്ക് വന്നിട്ട് ഗെയിമറാണെന്ന്. ഗെയിമറല്ല, ഗെയിമിംഗ് വ്ളോഗൊക്കെ ചെയ്യും. ഗെയിമിംഗ് വ്ളോഗാണ് ഇവ കൂടുതൽ. ഞാൻ എനിക്ക് ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ ഈ റീൽസും ആ ഒരു ഇതിലോട്ടാണ് ഞാൻ ഫോക്കസ് ചെയ്യുക. ഞാൻ ഇതേപോലെ നോക്കാറില്ല. അതുകൊണ്ട് അതാണ് നമ്മൾ തമ്മിൽ ഏറ്റവും വലിയ ഡിഫറൻസ് എന്ന് പറയാനായിട്ട്. അപ്പം നമ്മൾ രണ്ടുപേരും വീട് ഒന്നാണ്, അപ്പുറത്തും ഇപ്പുറത്തുമായിട്ടാണ്. ഇത് അഭിഷേകന്റെ വീടാ. ഇതുകൊണ്ടാ ഈ റോഡ് കണ്ടാ അതിൻ്റെ ഇതുകൊണ്ട് ശരി കേറുണ്ട്. ഈ കാണുന്നത് നമ്മുടെ വീടാ. ഓക്കെ, ഇതുവഴി ചെന്ന് ഇതുവഴി കയറി. ഇത് നമ്മുടെ വീടാ, ഇത് അഭിഷേകൻ്റെ വീട്. നമ്മളിവിടേക്ക് ഒന്ന് സംസാരിക്കും. താഴെ ഞാൻ നിൽക്കും. അതിന് ചൊല്ലിങ്ക നത്ത് നോക്കണം. അപ്പം ഇത് നമ്മളെ താമസിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രം പൂജപ്പുരയുടെ അടുത്താണ്. ട്രിവാൻഡ്രത്ത് പൂജപ്പുരയുടെ അടുത്താണ് നമ്മൾ താമസിക്കുന്നത്. പൂജപ്പുരയാണിത്. പൂജപ്പുര അടുത്താണ്. അപ്പം ആ ഒരു ഇത് കഴിഞ്ഞൊക്കെയാണ് എല്ലാവരും ചോദിക്കുന്നത്, നിങ്ങൾ എന്താ ക്യു ആൻഡ് എ ഇതായിട്ടത്, ഹോം ടൂർ വേണം. എൻ്റെ അടുത്ത് കൂടുതൽ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കാറേ ഈ ഗെയിമിംഗ് വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ എനിക്ക് എൻ്റെ വീഡിയോസിൽ കൂടുതൽ ഇഷ്ടമുള്ളത് എൻ്റെ മറ്റേ ഫൺലി വ്ളോഗ്, മറ്റേ ആ ഒരു പക്രു അല്ലല്ല, മറ്റേ ഏത് ഫണ്ടല്ല, അതൊന്നുമല്ല, മറ്റേ ഈ ഫണ്ട പോലത്തെ എൻ്റെ ചെറിയ ഇത് പിക്ചർ, എൻ്റെ ചെറിയ ഷോർട്സ് ഒക്കെ ഉണ്ട്. ഈ മറ്റേ മൈ ഫാമിലി, പിന്നെ പപ്പി ആൻഡ് മീ, അങ്ങനത്തെ മൈ പപ്പി ആൻഡ് മീ, അങ്ങനത്തെ കുറച്ച് ഷോർട്സ് ഒക്കെ ഉണ്ട്. എല്ലാവരും പറയണം അങ്ങനത്തെ എന്ന് ചെയ്യാനാണ്. ഞാൻ അത് ചെയ്യും ഗൈസ്. ബൈ ദ ബൈ, ഇവനൊരു ഡോഗ് ഉണ്ട്. അതിൻ്റെ പേരെന്ന് പറയുന്നത് ജാക്കിയാണ്. അത് ഞാൻ ഇതിൽ കാണിച്ചിട്ടുണ്ട്, എല്ലാത്തിലും കാണിച്ചിട്ടുണ്ട്. എന്ന് കുഞ്ഞാണെന്ന് മാത്രമേ ഉള്ളൂ. എന്നെ 2 പ്രാവശ്യം അത് ഓട്ടിച്ചിട്ടുണ്ട്. ആ റോഡിൽ കൂടെയാണ് എന്നെ ഓട്ടിച്ചിട്ടുണ്ട്. ഞാനല്ലേ തൊടല് കഴിച്ച് ഇതുകൂടി ഇറങ്ങി ഒറ്റ ഓട്ടം. അഭിചരണാണെങ്കിൽ പറഞ്ഞു പോണു, ജാക്കി എന്ന് പറഞ്ഞുകൊണ്ട് അതുവഴി ഓടുന്നു ഗൈസ്. അപ്പം ഞാൻ മര്യാദയ്ക്ക് ഇതുവഴി അങ്ങ് നടന്നു പോവുകയായിരുന്നു. ആദൂനെ കൊണ്ടുകൊടുക്ക, അവിടെ കൊണ്ടാക്ക. അവിടെ ആദൂ മീൻസ് അപ്പുറത്തെ വീട്ടില എൻ്റെ ഒരു അനിയനാണ്, ബന്ധുവായിട്ട് വരും. അദ്ദേഹമല്ല സ്വന്തം അനിയൻ. ഞാൻ ഇവനെ അവിടെ പോകണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇവനെ കൊണ്ടാക്കാൻ വേണ്ടി അങ്ങോട്ട് പോയതും ഞാൻ ജാക്കിക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി തുറന്നതാണ്. ജാക്കി തുറന്നതും അത് പൊട്ടിച്ചു വന്നു. പൊട്ടിച്ചല്ല, തുറന്നു, തള്ളി തുറന്നു. അതുമാണെങ്കിൽ ഇവന്റെ ചേച്ചിയുടെ അടുത്ത് ഓടിപ്പോയി. അവൻ പോയപ്പോ അതൊന്നും ചെയ്തില്ല. അവൻ ചാരം ചെയ്യൂല, കൊരകണ പട്ടി കടിക്കൂല. എന്നെ ഓട്ടിച്ചപ്പോ ഞാൻ ഓടി, അതാണ് സംഭവിച്ചത്. പിന്നെ എന്നെ നാടൻ പട്ടി ഓട്ടിച്ചിട്ടുണ്ട്. ഈ ഇടയ്ക്ക് ഉണ്ടായ സംഭവമാണ്. ഇവിടെ ഒരു പട്ടി കിടന്നു. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ജാക്കി ഭീകരനാണെന്ന്. ഭീകരനല്ല, പേടത്തൂർ സാധനമാണ്. ഇവിടെ മറ്റേ അന്നൊരു വെള്ളപ്പട്ടി വരൂലേ, ആ വെള്ളപ്പട്ടിയെ മറ്റേ ആങ്കിള് കൊണ്ടുവരണം. ആ വെള്ളപ്പട്ടിയെ
ഒരാൾ ഇവിടുന്ന് ആ അങ്കിൾ കൊണ്ട് വരും. അപ്പുറത്തേക്ക് ആ സമയം ജാക്കി അതിനെ നോക്കി കുരയ്ക്കും. അപ്പുറത്തേക്ക് ഞാൻ എന്ത് ചെയ്യുന്ന ജാക്കി അതിൻ്റെ അടുത്തിട്ട് മാറ്റുമ്പോഴേ ജാക്കി ഭയങ്കര കുരയൊക്കെ ഇരിക്കും. അപ്പുറത്തേക്ക് ആ അങ്കിളുടെ പട്ടി ഒന്നും ചെയ്യില്ലേ. അതിനും ആ അങ്കിളുടെ പട്ടിയില്ലേ നമ്മുടെ ജാക്കീൻ്റെ പുറത്തോട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ ജാക്കി ആണെങ്കിൽ ഓടി എൻ്റെ കാലിൻ്റെ അടി വന്ന് ഒളിച്ചിരിക്കണം. അങ്ങനത്തെ വേടത്തൂർ പട്ടിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, കുരയ്ക്കണ പട്ടി കടിക്കൂല. ഗൈസ് അപ്പം ചിലരൊക്കെ ചോദിക്കുന്നത് നമ്മൾ എന്താ Q&A, ഹോം ടൂറ്, പിന്നെ എൻ്റെ ഫ്രണ്ട്സിനെ എല്ലാവരെയും കാണിക്കണം. എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട്, അധികമൊന്നും ഇല്ല. ഞാൻ അഭിചേട്ടൻ്റെ കസിന്. ഇവിടെ ഉള്ള മിക്കതും എൻ്റെ കസിൻസാണ്. ആദ്യ കസിനെ, ഞാൻ കസിനാ, വൈച്ചേച്ചി എൻ്റെ കസിൻ. ഒരു ചേച്ചി ഉണ്ട്, പിന്നെ ഇവന് എൻ്റെ ഒരു ചേച്ചി, എൻ്റെ ചേച്ചി. ഇവന്റെ ഒരു ചേച്ചി ഉണ്ട്. അവർ രണ്ടുപേരും എൻ്റെ കസിൻ. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ആ പാർക്കിന്റെ ഇവിടെ ഒരു പാർക്ക് ഉണ്ട്. രാത്രിയാണ് ഞാൻ ഇനി ഉറങ്ങിയത്. ഇന്ന് രാത്രിയിലെങ്കിലും എല്ലാവരും നല്ല രാത്രിയായി പോയി. അതുകൊണ്ട് ഞാൻ വെളുപ്പിന് ഒന്ന് വെളുപ്പിനല്ലേ ഇത്. ഇതല്ല നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് എല്ലാവരും വിചാരിക്കുക എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ട് കുറെ കഥയും പറഞ്ഞുകൊണ്ടിരിക്കണം. മോർണിംഗ് മോർണിംഗ് വ്ലോഗായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാം. മോർണിംഗ് വ്ലോഗായിട്ട് ബന്ധപ്പെട്ടത് ചെടിക്ക് വെള്ളം. ഒരു കാര്യം ചെയ്യാം, ഫുഡ് കഴിച്ചിട്ട് വരാം. ഫുഡ് കഴിച്ചില്ല, ഫുഡ് കഴിക്കണം, പല്ല് കഴിക്കണം, ചെടിക്ക് വെള്ളം ഒഴിക്കണം, കുറച്ച് പരിപാടിയുണ്ട് ഗൈസ്. അപ്പം നമ്മൾ ചെയ്തിട്ട് വരാം, ഫുഡ് കഴിച്ചിട്ട് വരാം ഗൈസ്. അപ്പം നമ്മൾ കൈയൊക്കെ കഴുകി ഫുഡൊക്കെ കഴിച്ചു. അങ്ങോട്ട് നീക്കി പിടി, ഇപ്പൊ നെഞ്ചാണ് കാണുന്നത്. എല്ലാം ചെയ്തു. ഇനി എനിക്ക് പോലും ഒരു ബോധമില്ല. സത്യം, നിങ്ങൾ എന്തെങ്കിലും കണ്ടന്റ് ഒക്കെ പോയത് ഇപ്പം ഒരു ഗിബ്ലി ട്രെൻഡ് എന്ന് പറഞ്ഞ സാധനം ഇറങ്ങിയിട്ടുണ്ടേ, അതിലോട്ട് എല്ലാവരും ആയി. പിന്നെ ഇനി വേറെ എന്തെങ്കിലും ആവും, അപ്പം അതിലോട്ട് എല്ലാവരും പോകും. ഈ റീൽസിൽ ഫോക്കസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അതിനുള്ള സപ്പോർട്ട് നമ്മളെ കൂട്ടത്തിലുള്ള ആരും തരുന്നില്ല. നെഞ്ചാണ് കാണുന്നത്. നമുക്ക് ആ ഒരു ഇതാരും തരുന്നിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും ഈ റീൽസ് അങ്ങനെ ചെയ്യാത്തത്. ഈ ഇതേപോലത്തെ വ്ളോഗ്സ് ഒക്കെ ചെയ്യണം. ഇനി തൊട്ട് എല്ലാം ചോദിക്കുന്നത് നീ എന്താ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കുറച്ച് വീഡിയോസ് മാത്രം ഇടുന്ന. എനിക്ക് എക്സാം ആയിരുന്നു, എക്സാമായിട്ട് കഴിഞ്ഞ് ഇത്രയും ദിവസം അഭിചേട്ടൻ ഇത്ര നേരം തലയിലാണ് പിടിച്ചോണ്ടിരുന്നു. ആ റൊട്ടേറ്റ് ശരിയാക്കുന്നില്ല. ഞാനാണെങ്കിൽ എനിക്കൊന്നും ഇത്രയും നാള് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ ബോറടിച്ച് ഞാൻ കുറച്ച് പടമൊക്കെയാണ് വരച്ചുകൊണ്ടത്. എനിക്ക് പ്രത്യേകിച്ച് ആ ഒരു ഇതില്ലായിരുന്നു, മൂഡ്. ഇപ്പം എനിക്ക് വീഡിയോ ചെയ്യണമെന്ന് തോന്നി ഞാൻ ചെയ്തത്. അതാണ് എൻ്റെ. ഇനി എല്ലാവരും പറയുന്നത് നീ കുറച്ച് വീഡിയോ ചെയ്ത് വെക്ക്. അപ്പം ഞാൻ മാക്സിമം എയിം ചെയ്യണം എൻ്റെ യൂട്യൂബിലാണ്. അഭിചേട്ടൻ എങ്ങനെയാണ്? എപ്പോഴും നീ ഒരു ദിവസം തന്നെ എങ്ങനെയെങ്കിലും മാക്സിമം നമ്മൾ ആ 50 സബ്സ്ക്രൈബറിലോട്ട് എത്തിക്കണം. അതാണ് നമ്മുടെ 50 സബ്സ്ക്രൈബർ. നിങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ട് കേട്ടോ, നമ്മുടെ 50. അതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് തന്നെ 50 ആക്കാൻ വേണ്ടി. പിന്നെ വേറൊരു സബ്സ്ക്രൈബ് ഗൈസ്, എൻ്റെ കാലിൽ പിടിച്ച് തൂക്കിയെടുത്താറായിട്ട് ഇങ്ങനെ ഞാൻ ചെയ്ത എൻ്റെ കാലിലിടിച്ച് ഗൈസ്. ഗൈസ് പിന്നെ നമ്മൾ 50 സബ്സ്ക്രൈബർ ആകുമ്പോൾ വേറൊരു യൂട്യൂബറേയും കൂടെ കാണിക്കുന്നതാണ്. അപ്പം നമ്മൾ വേറൊരു യൂട്യൂബറിനെയും കൂടെ കാണിക്കാം. 50 ബ്ലോഗൊക്കെ ആവുന്നത് ചെറിയ നമ്മുടെ റേഞ്ചിലൊക്കെ ഉണ്ട്. നമ്മുടെ റേഞ്ചിലാണ്. അപ്പം നിങ്ങൾ വളർത്തി നമ്മളെ വലിയ റേഞ്ചിലോട്ട് ആക്കിയല്ലേ ഗൈസ് നമുക്ക് വലിയ വലിയ യൂട്യൂബറിനെയൊക്കെ ഇത് എത്തിച്ച് നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ പറ്റൂ ഗൈസ്, അല്ലേ? അപ്പം ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പം എല്ലാവർക്കും ശരി ഗൈസ്, ബൈ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.